ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു കുഞ്ഞീസ് ക്ലാസ്. നമ്മൾ 7th സ്റ്റാൻഡേർഡ് സയൻസിൻ്റെ 11th ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ബാക്കി പോർഷൻസിലേക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സിനുമായിട്ട് എക്സാം ടോപ്പേഴ്സ് എന്ന് പറയുന്ന ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ കാണുക. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ബ്ലഡിനെ കുറിച്ചും സർക്കുലേറ്ററി സിസ്റ്റത്തെക്കുറിച്ചും ഒക്കെയാണ് ഡിസ്കസ് ചെയ്തത് അല്ലേ. ഹാർട്ട് എന്താണ്, അതിൻ്റെ പാർട്സൊക്കെ നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ എങ്ങനെയാണ് നടക്കുന്നത്, ബ്ലഡ് എന്തൊക്കെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബ്ലഡിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ കമ്പോസിഷൻ എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് എക്സ്ക്രീഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. എക്സ്ക്രീഷൻ ഇൻ animals. Recall how carbon dioxide is removed as waste from the body through the lungs during exhalation. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോർഷനാണ് ഇൻഹലേഷനും എക്സലേഷനും ഒക്കെ അല്ലേ. അപ്പോൾ എക്സലേഷൻ ടൈമിൽ ലങ്സിലൂടെ എങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓൾസോ recall that the undigested food is removed during egestion. അൺഡൈജസ്റ്റഡ് ഫുഡിനെ ഇജഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെയാണ് റിമൂവ് ചെയ്യുന്നതെന്നുള്ളത് സെക്കൻഡ് ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചതാണ്. ലെറ്റ് us now find out how the other waste materials are removed from the ബോഡി. അപ്പോൾ അൺഡൈജസ്റ്റഡ് ഫുഡ് എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നതെന്നുള്ളത് നമുക്കറിയാം, ഇജഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ്. അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിനെ എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത്, എക്സലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ അല്ലേ. അപ്പോൾ ഇനി മറ്റു വേസ്റ്റ് മെറ്റീരിയൽസ് എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. യു മേ വണ്ടർ വേർ ദീസ് അൺവാണ്ടഡ് മെറ്റീരിയൽസ് കം ഫ്രം. ആദ്യം എങ്ങനെയാണ് ഈ അൺവാണ്ടഡ് മെറ്റീരിയൽസ് നമ്മുടെ ശരീരത്ത് ഉണ്ടാകുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അല്ലേ. എന്നിട്ട് അതെങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചാൽ മതി. അപ്പോൾ ആദ്യം എവിടെ നിന്നാണ് ഈ അൺവാണ്ടഡ് മെറ്റീരിയൽസ് നമ്മുടെ ശരീരത്തിൽ വരുന്നതെന്നുള്ളത് നമുക്ക് നോക്കണം. വെൻ അവർ സെൽസ് പെർഫോം ദെയർ ഫങ്ഷൻസ് സർട്ടൻ വേസ്റ്റ് പ്രോഡക്ട്സ് ആർ റിലീസ്ഡ്. അപ്പം സെൽസ് ഓരോരോ ഫങ്ഷൻസ് പെർഫോം ചെയ്യുമ്പം വേസ്റ്റ് പ്രൊഡക്ട്സൊക്കെ റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. ദീസ് ആർ ടോക്സിക് ആൻഡ് ഹെൻസ് നീഡ് ടു ബി റിമൂവ്ഡ് ഫ്രം ദി ബോഡി. ഈ റിലീസ് ചെയ്യുന്ന വേസ്റ്റ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക് വളരെയധികം ടോക്സിക്കാണ്, അതുകൊണ്ട് തന്നെ അത് റിമൂവ് ചെയ്യണം. ദി പ്രോസസ് ഓഫ് റിമൂവൽ ഓഫ് വേസ്റ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ സെൽസ് ഓഫ് ദി ലിവിങ് ഓർഗാനിസംസ് ഈസ് കോൾഡ് എക്സ്ക്രീഷൻ. അപ്പോൾ എന്താണ് എക്സ്ക്രീഷൻ എന്ന് പറയുന്നത്? നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന വേസ്റ്റിനെ, അതായത് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റിനെ റിമൂവ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എക്സ്ക്രീഷൻ എന്ന് പറയുന്നത്. എല്ലാ ലിവിങ് ഓർഗാനിസത്തിൻ്റെ ബോഡിയിലും സെൽസ് ഉണ്ട്. ഈ സെൽസ് ഓരോ ഫങ്ഷൻസ് പെർഫോം ചെയ്യുമ്പം വേസ്റ്റ് പ്രൊഡക്ട്സ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ വേസ്റ്റ് പ്രൊഡക്ട്സ് നമുക്ക് ടോക്സിക്കാണ്, അതുകൊണ്ട് തന്നെ ഈ വേസ്റ്റ് പ്രൊഡക്ട്സൊക്കെ റിമൂവ് ചെയ്യണം. ഇങ്ങനെ വേസ്റ്റ് പ്രൊഡക്ട്സിനെ റിമൂവ് ചെയ്യുന്ന ഈ പ്രോസസ്സിനെയാണ് എക്സ്ക്രീഷൻ എന്ന് പറയുന്നത്. The parts involved in excretion form the excretory system. അപ്പം എക്സ്ക്രീഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിൽ പങ്കെടുക്കുന്ന ബോഡി പാർട്സ് എല്ലാം കൂടെ ചേർന്ന് ഫോം ചെയ്യുന്നതാണ് എക്സ്ക്രീറ്ററി സിസ്റ്റം. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ ഈ അൺവാണ്ടഡ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ വേസ്റ്റ് പ്രോഡക്ട്സ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അത് നമ്മുടെ ബോഡിക്ക് ടോക്സിക് ആണെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത്, ആ പ്രോസസ്സിൻ്റെ പേരെന്താണ്, അതുപോലെ തന്നെ ആ പാർട്സ് എല്ലാം കൂടെ കൂടി ചേർന്ന് ഫോം ചെയ്യുന്ന സിസ്റ്റം എന്താണ്, ഇതൊക്കെ നമ്മൾ ഈ ഒരു പോർഷനിൽ നിന്ന് പഠിച്ചു. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ്. എങ്ങനെയാണ് വേസ്റ്റ് മെറ്റീരിയൽസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്, എക്സ്ക്രീഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണ്, എക്സ്ക്രീറ്ററി സിസ്റ്റം എന്താണ്. Excretory system in humans. The waste which is present in the blood has to be removed from the body. How can this be done? അപ്പോൾ നമ്മുടെ ബ്ലഡിലുള്ള വേസ്റ്റ് അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് റിമൂവ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. A mechanism to filter the blood is required. This is done by the blood capillaries in the kidney. അപ്പോൾ ഈ ബ്ലഡ് ഫിൽട്ടർ ചെയ്ത് ശുദ്ധമാക്കണം. അങ്ങനെ ഒരു മെക്കാനിസം നമ്മുടെ ബോഡിയിൽ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇത് കിഡ്നിയിലുള്ള ബ്ലഡ് ക്യാപ്പിലറീസാണ് ഇങ്ങനെ ബ്ലഡിനെ ഫിൽട്ടർ ചെയ്യുന്നത്. ഫിൽട്ടർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തെങ്കിലും വേസ്റ്റ് പ്രോഡക്ട്സ് എന്തെങ്കിലും ഫ്ലൂയിഡിലുണ്ടെങ്കിൽ അത് അരിച്ച് വൃത്തിയാക്കും അല്ലേ. അതുപോലെ തന്നെയാണ് ഈ ബ്ലഡിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസിനെ ഫിൽട്ടർ ചെയ്ത് ബ്ലഡ് ശുദ്ധമാക്കുന്നു. ആ ജോലി ആരാണ് ചെയ്യുന്നത്? കിഡ്നിയിലുള്ള ബ്ലഡ് ക്യാപ്പിലറീസാണ്. When the blood reaches the two kidneys, it contains both useful and harmful substances. അപ്പോൾ ഈ ബ്ലഡ്
കിഡ്നിയിലെത്തുന്ന ആ ഒരു ടൈമിൽ യൂസ്ഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസസും ഉണ്ട്, ഹാംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസസും ഉണ്ട്. ദ യൂസ്ഫുൾ സബ്സ്റ്റൻസസ് ആർ അബ്സോർബ്ഡ് ബാക്ക് ഇൻ ടു ദി ബ്ലഡ്. അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള സബ്സ്റ്റൻസ് അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണെങ്കിൽ അത് തിരിച്ച് ബ്ലഡിലേക്ക് തന്നെ അബ്സോർബ് ചെയ്യപ്പെടും. ദ വേസ്റ്റ് ഡിസോൾഡ് ഇൻ വാട്ടർ ആർ റിമൂവ്ഡ് ആസ് യൂറിൻ. അപ്പോൾ വേസ്റ്റ് ആണെങ്കിൽ വാട്ടറിൽ ഡിസോൾവ് ആവുകയും അത് യൂറിൻ്റെ ഫോമിൽ റിമൂവ് ചെയ്യപ്പെടുകയും ചെയ്യും. ഫ്രം ദ കിഡ്നീസ് ദ യൂറിൻ ഗോസ് ഇൻ ടു ദി യൂറിനറി ബ്ലാഡർ ത്രൂ ട്യൂബ്സ് ലൈക്ക് യൂറേറ്റേഴ്സ്. അപ്പോൾ കിഡ്നിയിൽ നിന്ന് യൂറിനറി ബ്ലാഡറിലേക്കാണ് പോകുന്നത് ഒരു ട്യൂബിലൂടെ. ആ ട്യൂബിൻ്റെ പേരാണ് യൂറേറ്റർ. It is stored in the bladder and is passed out through the urinary opening at the end of a muscular tube called urethra. അപ്പോൾ ഈ യൂറിനറി ബ്ലാഡറിൽ സൂക്ഷിച്ചു വെക്കും. അതിനുശേഷം യൂറിനറി ഓപ്പണിംഗ്, അതായത് ഒരു മസ്കുലർ ട്യൂബിൻ്റെ എൻഡിലുള്ള ഒരു യൂറിനറി ഓപ്പണിങ്ങിലൂടെ അത് പുറത്തേക്ക് പോകും. അപ്പോൾ ആ എൻഡിൻ്റെ പേര്, അതായത് ആ യൂറിനറി ഓപ്പണിങ്ങിൻ്റെ ആയ ഒരു എൻഡിൻ്റെ പേരാണ് യൂറേത്ര. ഓക്കെ, അപ്പോൾ അതിലൂടെയാണ് യൂറിൻ പുറത്തേക്ക് പോകുന്നത്. ദ കിഡ്നീസ്, യൂറേറ്റേഴ്സ്, ബ്ലാഡർ ആൻഡ് യൂറേത്ര ഫോം ദി എക്സ്ക്രീറ്ററി സിസ്റ്റം. അപ്പോൾ എന്തൊക്കെ ചേർന്നാണ് എക്സ്ക്രീറ്ററി സിസ്റ്റം ഫോം ചെയ്യുന്നത്? കിഡ്നിയും യൂറേറ്റേഴ്സും ബ്ലാഡറും യൂറേത്രയും ഒക്കെ ചേർന്നിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിൻ്റെ എക്സ്ക്രീറ്ററി സിസ്റ്റം. ഇതിൻ്റെ ഫിഗർ തന്നിട്ടുണ്ട്, ഫിഗർ 11.6 ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റം. അപ്പോൾ എന്താണിത്? അതായത് നമ്മുടെ ശരീരത്ത് 2 കിഡ്നി ഉണ്ട്. ഈ കിഡ്നിയിലുള്ള ബ്ലഡ് ക്യാപ്പിലറീസ് ആണ് ബ്ലഡിനെ ഫിൽട്ടർ ചെയ്യുന്നത്. ബ്ലഡിനകത്ത് യൂസ്ഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസസും ഉണ്ട്, ഹാംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസസും ഉണ്ട്. ഈ ഹാംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസസ് റിമൂവ് ചെയ്യണം അല്ലേ, അല്ലെങ്കിൽ അത് നമുക്ക് ടോക്സിക് ആണ്. അപ്പോൾ ടോക്സിക് ആയിട്ടുള്ള ഈ ഹാംഫുൾ സബ്സ്റ്റൻസിനെ റിമൂവ് ചെയ്യുന്നത് കിഡ്നിക്കുള്ളിലുള്ള ബ്ലഡ് ക്യാപ്പിലറീസിലൂടെയാണ്. അപ്പോൾ അങ്ങനെ ബ്ലഡ് ക്യാപ്പിലറീസ്, കിഡ്നിയിലുള്ള ബ്ലഡ് ക്യാപ്പിലറീസ് ഈ ബ്ലഡിനെ ഫിൽട്ടർ ചെയ്ത് ബ്ലഡിനെ ശുദ്ധമാക്കും. ആ ഒരു ടൈമിൽ യൂസ്ഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ ബ്ലഡ് അത് തിരിച്ച് അബ്സോർബ് ചെയ്യും. അല്ല, ഹാംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ വേസ്റ്റ് മെറ്റീരിയൽസ് ആണെങ്കിൽ അതെന്ത് ചെയ്യും? വാട്ടറിൽ ഡിസോൾവ് ചെയ്യും. ഈ വേസ്റ്റ് മെറ്റീരിയൽസ് ഡിസോൾവ് ആയിട്ടുള്ള വാട്ടറിനെയാണ് യൂറിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ യൂറിന് കിഡ്നിയിൽ വെച്ചാണ് യൂറിൻ ഫോം ചെയ്യുന്നത് അല്ലേ, അതായത് നമ്മുടെ ബ്ലഡ് ഫിൽട്ടർ ചെയ്യുന്നത് കിഡ്നിയിൽ വെച്ചാണ്. കിഡ്നിയിലുള്ള ബ്ലഡ് ക്യാപ്പിലറീസ് ആണ് ഈ ബ്ലഡിനെ ഫിൽട്ടർ ചെയ്ത് ശുദ്ധമാക്കുന്നത്. അപ്പോൾ ആ ടൈമിൽ ആണ് യൂറിൻ ഫോം ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ യൂറിനെ കിഡ്നിയിൽ നിന്ന് യൂറിനറി ബ്ലാഡറിലേക്ക് മാറ്റും. അതെങ്ങനെയാണ് മാറ്റുന്നത്? യൂറേറ്ററിൻ്റെ സഹായത്തോടെ. യൂറേറ്റർ എന്ന് പറയുന്നത് ട്യൂബ് പോലെ തന്നെ, നമുക്ക് ഈ ഫിഗറിൽ തന്നെ കാണാൻ സാധിക്കും, ട്യൂബ് പോലെ തന്നെ ഇരിക്കുന്ന 2 സാധനമാണ്. അപ്പോൾ യൂറേറ്ററിൻ്റെ സഹായത്തോടു കൂടിയാണ് കിഡ്നിയിൽ നിന്ന് യൂറിനെ യൂറിനറി ബ്ലാഡറിലേക്ക് കൊണ്ടുചെല്ലുന്നു. ഈ യൂറിനറി ബ്ലാഡറിന് ഒരു യൂറിനറി ഓപ്പണിംഗ് ഉണ്ട്. അതിന് മുന്നേ ആയിട്ട് യൂറേത്ര ഉണ്ട്. ഈ യൂറേത്ര എന്ന് പറയുന്ന ഒരു മസ്കുലർ ട്യൂബാണ്. അപ്പോൾ യൂറിനറി ബ്ലാഡറിൽ നിന്ന് യൂറേത്ര വഴി യൂറിനറി ഓപ്പണിങ്ങിലൂടെയാണ് ഈ യൂറിൻ പുറത്തേക്ക് പോകുന്നത്. അപ്പം നമ്മുടെ ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ എന്തൊക്കെയാണുള്ളത്? കിഡ്നി, യൂറേറ്റേഴ്സ്, ബ്ലാഡർ ആൻഡ് യൂറേത്ര. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റം. ഈ ഫിഗറിൽ കാണുന്നില്ലേ, അത് തന്നെയാണ് നമ്മുടെ ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിലുള്ളത്. കിഡ്നീസ്, യൂറേറ്റേഴ്സ്, യൂറിനറി ബ്ലാഡർ, യൂറേത്ര. ഓക്കെ, അപ്പം ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റത്തെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്തൊക്കെയാണ് ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൻ്റെ പാർട്സ് എന്നുള്ളത് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ റഫായിട്ടൊരു മെക്കാനിസവും നമുക്കിപ്പം അറിയാം അല്ലേ. An adult human being normally passes about 1 to 1.8 liter of urine in 24 hours. അപ്പോൾ നോർമലായിട്ടുള്ള ഒരു അഡൽട്ട് ആണെങ്കിൽ 1 to 1.8 ലിറ്റർ ഓഫ് യൂറിൻ 24 hours, അതായത് ഒരു ദിവസം കൊണ്ട് അത്രയും യൂറിൻ വേണം പാസ് ചെയ്യാനായിട്ട്. The urine consists of 95% water, 2.5% urea and 2.5% other waste products. അപ്പോൾ യൂറിനിൽ എന്തൊക്കെയാണുള്ളത്? 95% വാട്ടർ തന്നെയാണ്, പിന്നെ 2.5% യൂറിയ ഉണ്ട്, പിന്നെ ഒരു 2.5% മറ്റ് വേസ്റ്റ് പ്രൊഡക്ട്സും ഉണ്ട്. We have all experienced that we sweat on a hot summer day. നല്ല ഒരു ചൂടുള്ള ദിവസമാണെങ്കിൽ നമ്മളെല്ലാവരും വിയർക്കും അല്ലേ. The sweat contains water and salts. അപ്പോൾ ഈ സ്വെറ്റിൽ എന്തൊക്കെയാണുള്ളത്? വാട്ടറും സോൾട്ടും. ബൂജോ ഹാസ് seen that sometimes in summer white patches are formed on our clothes, especially in areas like underarms. These marks are left by salt
പ്രസൻറ്റ് ഇൻ ദിസ് സ്വെറ്റ്. അപ്പം നല്ലൊരു ചൂട് ദിവസം നല്ലൊരു ഡ്രസ്സൊക്കെ ഇട്ട് പുറത്തേക്ക് പോയി തിരിച്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് വൈറ്റ് പാച്ചസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കൂടുതലായിട്ടും ഒരുപാട് വിയർക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ധാരാളമായിട്ട് ഈ വൈറ്റ് പാച്ചസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ. വെള്ളപ്പാട്. എന്തുകൊണ്ടാണ് ഈ വെള്ളപ്പാട് ഉണ്ടാകുന്നത്? കാരണം സോൾട്ട് കൊണ്ടാണ്. സ്വെറ്റിൽ വാട്ടറും സോൾട്ടുമാണുള്ളത്. അപ്പോൾ ഈ സ്വെറ്റ് ചെയ്യുന്ന സമയത്ത് സോൾട്ട് റിലീസ് ചെയ്യുന്നുണ്ട്. ഈ സോൾട്ട് കാരണമാണ് ഈ വൈറ്റ് പാച്ചസ് ഫോം ചെയ്യുന്നത്. Does sweat serve any other function? We know that the water kept in an earthen pot is cooler. This is because the water evaporates from the pores of the pot which causes cooling. അപ്പം ഈ സ്വെറ്റ് അതിൻ്റെ ഫങ്ഷൻ എന്താണ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ സ്വെറ്റ് ചെയ്യുന്നത്? അതായത് നമുക്കത് ഒരു സിമ്പിളായിട്ടൊരു എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഒരു എർത്തേൺ പോട്ട്, അതായത് മൺചട്ടി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് പറയുന്നത്, മൺചട്ടി എന്നൊക്കെ പറയും. അപ്പം ഒരു മൺചട്ടിക്കകത്ത് നമ്മൾ വെള്ളം എടുത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ അതെപ്പോഴും തണുത്ത് തന്നെ ഇരിക്കും. എന്തുകൊണ്ടാണ് എപ്പോഴും തണുത്ത് തന്നെ ഇരിക്കുന്നത്? കാരണം അതിൻ്റെ പോസിലൂടെ ഈ വാട്ടർ ഇവാപ്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ വാട്ടർ ഇവാപ്രേറ്റ് ചെയ്ത് പോകുന്നതുകൊണ്ടാണ് ഈ മൺചട്ടിക്കകത്തുള്ള വെള്ളം എപ്പോഴും കൂളായിട്ട് അല്ലെങ്കിൽ തണുത്ത് തന്നെ ഇരിക്കുന്നത്. സിമിലർലി വെൻ വി സ്വെറ്റ് ഇറ്റ് ഹെൽപ്സ് ടു കൂൾ അവർ ബോഡി. അപ്പം നമ്മൾ വിയർക്കുമ്പോൾ നമ്മുടെ ബോഡിയും കൂളാക്കാനായിട്ട് സഹായിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്വെറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ വിയർക്കുന്നത്. അപ്പം ഹോട്ടായിട്ടുള്ള ഒരു ദിവസം അല്ലെങ്കിൽ സമ്മർ സീസണിലാണ് നമ്മൾ കൂടുതലായിട്ട് വിയർക്കുന്നത്. കാരണം ആ ഒരു ടൈമിലാണ് നമ്മുടെ ബോഡി കൂളാവേണ്ടത് അല്ലേ. കാരണം പുറത്ത് അത്ര ചൂടായതുകൊണ്ട് നമ്മുടെ ബോഡിയെ കൂളാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ സമ്മർ സീസണിൽ അല്ലെങ്കിൽ ഹോട്ടായിട്ടുള്ള ഒരു ഡേയിൽ നമ്മൾ സ്വെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്വെറ്റ് ചെയ്യുന്നതിലൂടെ ഈ വാട്ടർ നമ്മുടെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിലൂടെ നമ്മുടെ ബോഡി തന്നെ കൂൾ ചെയ്യപ്പെടും. അതായത് നമ്മൾ ആ എർത്തേൺ പോട്ടിൽ നിന്ന് അതിൻ്റെ പോസ് വഴി വാട്ടർ പുറത്തേക്ക് ഇവാപ്രേറ്റ് ചെയ്ത് പോകുന്നതുകൊണ്ടാണ് ആ വാട്ടർ കൂളായിട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി അല്ലേ. അപ്പോൾ അതേ സെയിം മെക്കാനിസം തന്നെയാണ് നമ്മുടെ ബോഡിയിൽ നിന്ന് ഈ വെള്ളം ഇങ്ങനെ പുറത്തേക്ക് നഷ്ടപ്പെട്ടു പോകുന്നതുകൊണ്ടാണ് നമ്മുടെ ബോഡിയും കൂളായിട്ടിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിയുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സിനുമായിട്ട് എക്സാം ടോപ്പേഴ്സ് എന്ന് പറയുന്ന ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ കാണുക. അവിടെ സോഷ്യൽ സയൻസിൻ്റെയും മാത്സിൻ്റെയും സയൻസിൻ്റെയും വീഡിയോസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ കാണണം. കാരണം നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുള്ള വീഡിയോസാണ് അവിടെ ഉള്ളത്.